അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സഹോദരന്മാരെ, നമ്മളിൽ തെറ്റ് ചെയ്യാത്തവരാരും ഉണ്ടാകുന്നതല്ല. എല്ലാവരും തെറ്റ് ചെയ്യും. പക്ഷെ ഇത്തരം തെറ്റുകൾ ചെയ്യുന്ന സന്ദർഭത്തിൽ ആ തെറ്റുകൾ നമ്മൾ അള്ളാഹുവിനോട് സമ്മതിച്ച് അവനോട് നമ്മൾ കേണപേക്ഷിച്ച് പശ്ചാത്തപിക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരും എന്നുള്ളത് തീർച്ചയാണ്. നമ്മുടെ പിതാവായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ വിലക്കപ്പെട്ട പഴം തിന്നതിന്റെ പേരിൽ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിന് വലിയ ദുഃഖമുണ്ടായി. ആ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് വചനം പഠിപ്പിച്ചു കൊടുക്കുക. ഫതലഖ ആദമു മിൻ റബ്ബിഹി കലിമാത്തി. ആദം നബി അലൈഹിസ്സലാം തന്റെ രക്ഷിതാവിൽ നിന്ന് ചില വചനങ്ങൾ അവിടുന്ന് സ്വീകരിച്ചു. ഫതാബ അലൈഹി. അള്ളാഹു അദ്ദേഹത്തിന്റെ തൗബ ചെയ്ത് ആ പശ്ചാത്താപം സ്വീകരിക്കുകയും പുറത്തു കൊടുക്കുകയും ചെയ്തു. അതേപോലെ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം നൈനവ പട്ടണത്തിലേക്ക് നിയോഗിക്കപ്പെട്ട അദ്ദേഹം അവിടുന്ന് യാത്ര പോവുകയുണ്ടായി. അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ യാത്ര പോയി. അങ്ങനെ കപ്പലിൽ പോയി അദ്ദേഹം സമുദ്രത്തിൽ മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹത്തിന് കുറ്റസമ്മതമുണ്ടായി. ഫനാദ ഫിൽ ദുലുമാത്ത്. ഇരുട്ടറകൾക്കുള്ളിൽ വെച്ച് അദ്ദേഹം വിളിച്ചു തേടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. എന്തായിരുന്നു ആ വചനം? അതേപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പാടില്ലാത്ത ഒന്ന് ചെയ്തു പോയി, അഥവാ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കൊല സംഭവിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് അതിന് ഏറെ ദുഃഖമുണ്ടായി. ആ സന്ദർഭത്തിലും അദ്ദേഹം അവിടുന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി. എന്തായിരുന്നു ആ പ്രാർത്ഥന എന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, മനുഷ്യ ചരിത്രത്തിലെ ഒന്നാമത്തെ തെറ്റും ഒന്നാമത്തെ പശ്ചാത്തലവുമായിരുന്നു ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പശ്ചാത്താപം. നമുക്കറിയാം, അദ്ദേഹം പ്രാർത്ഥിച്ചത് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. ഖാല, അവർ രണ്ടുപേരും പറഞ്ഞു, ആദം നബി അലൈഹി സ്വലാമും ഹവ്വയും, റബ്ബന വലംന അംഫുസന, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളോട് തന്നെ അന്യായം പ്രവർത്തിച്ചു പോയി എന്ന്. വൈലം തഗ്ഫിർ ലന, ഞങ്ങൾക്ക് നീ പുറത്തു തന്നിട്ടില്ലെങ്കിൽ, വതർഹംന, ഞങ്ങളോട് നീ റഹ്മത്ത് ചെയ്തിട്ടില്ല, കരുണ ചെയ്തിട്ടില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, നിശ്ചയമായും ഞങ്ങൾ നഷ്ടം പറ്റിയവരുടെ കൂട്ടത്തിലായിരിക്കും എന്ന് ആദം നബി അലൈഹി സ്വലാം ഹവ്വയും പ്രാർത്ഥിച്ചു. അള്ളാഹു അവരുടെ തൗബ സ്വീകരിച്ചു. ഫതാബ അലൈഹി, അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചു. അവർ പറഞ്ഞു, റബ്ബന വലംന അൻഫുസന, ഞങ്ങളോട് തന്നെ അന്യായം പ്രവർത്തിച്ചു, കുറ്റം ഏറ്റുപറയുകയാണ് ഉണ്ടായത്. രണ്ടാമത് മൂസാ നബി അലൈഹി സ്വലാത്തു യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്, ലാ ഇലാഹ ഇല്ലാ അന്ത്, അള്ളാഹുവേ, നീ അല്ലാതെ ആരാധ്യനില്ല. സുബ്ഹാനക, നീ എത്ര പരിശുദ്ധനാണ്. പിന്നെ കുന്തു മിനൽ ളാലിമീൻ, നിശ്ചയം ഞാൻ അക്രമികളുടെ കൂട്ടത്തിൽ പെട്ടുപോയി, ഞാൻ അക്രമിയാണ്, അതുകൊണ്ട് എനിക്ക് നീ പുറത്തു തരണേ, എന്റെ പാപം പൊറുക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് യൂനുസ് നബി അലൈഹി സ്വലാം. അവിടുന്ന് എന്ത് ചെയ്യാണ്? കുറ്റം സമ്മതിക്കുകയാണ്. മൂന്നാമത് മൂസാ നബി, അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ യൂനുസ് നബിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫസ്തജബ്നാ ലഹു, നാം അദ്ദേഹത്തിന് ഉത്തരം നൽകി. വനജ്ജൈനാഹു മിനൽ ഗം, അദ്ദേഹത്തിന്റെ ആ ദുഃഖത്തിൽ നിന്ന് നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. വകദാലിക നുൻജിൽ മുഅ്മിനീൻ, ഇപ്രകാരം വിശ്വാസികളായ മുഅ്മിനീങ്ങളായ ആളുകളെ നാം രക്ഷപ്പെടുത്തും എന്ന്. മൂന്നാമത് മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. മൂസാ നബി അലൈഹി സ്വലാമിന് അദ്ദേഹത്തിന് പറ്റിപ്പോയ അബദ്ധത്തിൽ, തെറ്റിൽ അദ്ദേഹം ഖേദിച്ച് ആ കുറ്റം സമ്മതിച്ച് അള്ളാഹുവിനോട് പറഞ്ഞു, റബ്ബി ഇന്നി വലംതു നഫ്സി, അള്ളാഹുവേ, ഞാൻ എന്നോട് സ്വന്തത്തിന് അന്യായം പ്രവർത്തിച്ചു, ഫഗ്ഫിർ ലീ, നീ എനിക്ക് പുറത്തു തരണേ. ഫഗഫറ ലഹു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു. ചിന്തിച്ചു നോക്കൂ സഹോദരന്മാരെ, ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അള്ളാഹു പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്. ഏത് തെറ്റുകൾ ചെയ്തപ്പോഴും ഒരു കൊല നടത്തി, അതുപോലെ തന്നെ അള്ളാഹു ചെയ്യരുതെന്ന് പറഞ്ഞു ചെയ്തു, പക്ഷെ അള്ളാഹുവിനോട് കേണപേക്ഷിച്ച് പശ്ചാത്തപിച്ചപ്പോൾ അള്ളാഹു അത് സ്വീകരിക്കുകയാണ്. നമുക്കറിയാം, മഹദി ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇൻ കുന്തി അൽമംതി ബിദംബിൻ, ആയിഷ, നീ ആ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നീ ആ തെറ്റ് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫസ്തഗ്ഫിരില്ല, നീ അള്ളാഹുവിനോട് പൊറുക്കന്നെ ചോദിക്കുക. വതൂബി ഇലൈഹി, നീ അവരിലേക്ക് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുക. എന്നിട്ട് പറഞ്ഞു, ഫഇന്നൽ അബ്ദ, ഒരടിമ, ഇദാ യഅ്തറഫ ബിദംബിഹി, അവന്റെ തെറ്റ് സമ്മതിച്ചു കഴിഞ്ഞാൽ, തുമ്മ താബ, എന്നിട്ട് അവൻ പശ്ചാത്തപിക്കുകയും ചെയ്താൽ, താബല്ലാഹു അലൈഹി, അള്ളാഹുവിന് പുറത്തു കൊടുക്കാൻ പശ്ചാത്താപം സ്വീകരിക്കും. സഹോദരന്മാരെ, വളരെ വിശാലമായി കിടക്കുന്ന അള്ളാഹുവിന്റെ കാരുണ്യം, ആ റഹ്മത്തിനെ നമ്മൾ കാംക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. بدعمكم تستمر دعوتنا.